കൂട്ടുകാരെ, എല്ലാവർക്കും ഈസി മാത്സ് ടു സക്സസ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം തരത്തിലെ 5ാമത്തെ പാഠമായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിലെ സൈൻ, കോസ്, ടാൻ ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 109 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 8 centimeters and 10 centimeters and the angle between them is 40 degree. Calculate its area. What is the area of the triangle with the sides of the same length but angle between them 140 degree? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രി. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇതേ വശങ്ങളും അവയ്ക്കിടയിലെ കോൺ 140 ഡിഗ്രിയും ആയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചോദ്യം നമുക്കൊന്ന് വിശദമായി ഡിസ്കസ് ചെയ്യാം. ചോദ്യത്തിൽ ഒരു ട്രയാങ്കിളിലെ രണ്ട് വശങ്ങൾ 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ രണ്ട് വശങ്ങൾക്ക് സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിലെ പരപ്പളവ് കാണാൻ എന്തറിയണം? ആ ട്രയാങ്കിളിന്റെ ബേസ് അഥവാ പാദം അറിയണം. അത് നമുക്കറിയാം, അത് 10 സെന്റിമീറ്റർ ആണ്. കൂടാതെ ആ ട്രയാങ്കിളിലെ ഹൈറ്റും അറിയണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഹൈറ്റ് വരച്ചു വെച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് ഹൈറ്റ് അറിയില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഹൈറ്റ് അറിയാത്ത ഒരു ഭാഗമാണ്. നമ്മൾ ആദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, ഈ ഹൈറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ വന്നതായി നമുക്ക് കാണാം. ഇതൊരു ട്രയാങ്കിളും ഇത് രണ്ടാമത്തെ ട്രയാങ്കിളും. നോക്കൂ, ഈ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഭാഗത്താണ് മെഷേഴ്സ് ഒക്കെ ഉള്ളത്, അല്ലേ? 48 ഒക്കെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഈ ട്രയാങ്കിൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രണ്ടാം ട്രയാങ്കിൾ ഡോട്ട് ഇട്ടിട്ട് ചെറുതാക്കിക്കൊണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക? നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ ഒരു പേര് കൊടുക്കാം. ഇവിടെ ഈ മൂലയ്ക്ക് എ എന്നും ഈ വെർട്ടെക്സിന് ബി എന്നും ഇവിടെ സി എന്നും കൊടുക്കാം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി എന്ന ഹൈറ്റ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഷോർട്ടായിട്ട് എന്ന് വിളിക്കാം, എച്ച് എന്ന് വിളിക്കാം. എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 40 ഡിഗ്രിയുമായി ഈ ആംഗിളുമായി ബന്ധപ്പെട്ട് ഈ ട്രയാങ്കിളിലെ 3 സൈഡിനും നമ്മൾ പ്രത്യേകം പേരുകൾ കൊടുക്കുന്നു. എങ്ങനെയാണ് പേര് കൊടുക്കുക? ഒരു റൈറ്റ് ട്രയാങ്കിളിലെ നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഒരു മട്ട ത്രികോണമാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? നമ്മൾ സാധാരണ അത് എന്ത് വിളിക്കും? ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കും. ഷോർട്ടാക്കി ഞാൻ ഹൈപ്പ് എന്ന് എഴുതുന്നു. മലയാളത്തിൽ കർണം എന്ന് വിളിക്കാം, കർണം. ഇപ്പോൾ നമ്മൾ വലിയ സൈഡിന് പേര് കൊടുത്തു. അത് ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഏത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ വലിയ സൈഡ് നമ്മൾ എപ്പോഴും ഒരു ഫിക്സഡ് പേരാണ് കൊടുക്കുക, ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് വിളിക്കും. ഇനി നമുക്ക് അടിഭാഗത്തുള്ള എ ബി എന്ന സൈഡിനും ബി സി എന്ന സൈഡിനും പേര് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കുന്നത് ഈ 40 ഡിഗ്രിയുമായി ബന്ധപ്പെട്ടാണ്. അതെങ്ങനെ കൊടുക്കുക? നോക്കൂ, ഈ ബി സി എന്ന സൈഡ് 40 ഡിഗ്രി എന്ന ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? നോക്കൂ, ഇവിടെ നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 40 നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് ആയി നമുക്ക് ബി സി കാണാം. എങ്കിൽ നമുക്ക് ബി സി എന്ന സൈഡിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ച ഈ സൈഡ് എന്ത് വിളിക്കാം? 40 എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ്, ഓപ്പ് എന്ന് എഴുതി ചുരുക്കിയിട്ട് മലയാളത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? എതിർ വശം, എതിർവശം. കൂടാതെ എ ബി എ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം. നോക്കൂ, 40 എന്ന ആംഗിളിൻ്റെ വളരെ തൊട്ടടുത്ത സൈഡാണ് എന്ത്? എ ബി. അതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് കൊടുക്കാം? അടുത്തുള്ള സൈഡ്, സമീപത്തുള്ള വശം എന്ന അർത്ഥത്തിൽ നമ്മൾ വിളിക്കാം. ഇതിനെ സമീപവശം എന്ന് വിളിക്കാം, സമീപ വശം. ഇംഗ്ലീഷിൽ നമുക്ക് അഡ്ജസെന്റ് സൈഡ് എന്ന് വിളിക്കാം, അഡ്ജസെന്റ് സൈഡ്. അഡ്ജ് എന്ന് ചുരുക്കി വിളിക്കാം, അഡ്ജ്. അപ്പോൾ ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്, ഏറ്റവും വലിയ സൈഡ്. 40ക്ക് എതിരെയുള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ് അഥവാ എതിർവശമാണ്. 40യോട് മുട്ടി നിൽക്കുന്ന, ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ സൈഡ് സമീപവശമാണ് അഥവാ അഡ്ജസെന്റ് സൈഡാണ്. ഇങ്ങനെ നമ്മൾ 40 എന്ന ആംഗിളുമായി ബന്ധപ്പെട്ട് സൈഡിന് പേര് കൊടുത്തു കഴിഞ്ഞു. കൂടാതെ ഈ ട്രയാങ്കിളിലെ മൂലകൾക്കും നമ്മൾ വെർട്ടെക്സിനും എ ബി സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞു. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി സി അഥവാ എച്ച് എന്നുള്ള ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതിനൊരു ആശയമുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ? നോക്കൂ, ഇവിടെ ഞാനൊരു രീതി പറയാം. ആ രീതി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നമുക്ക് വേണ്ട സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ സൈഡ് കാണുന്നത് ഏത് ആശയം ഉപയോഗിച്ചിട്ടാണ്? സൈൻ, കോസ്, ടാൻ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ്.
ഇവിടെ സൈൻ ഉപയോഗിച്ചിട്ടാണോ ഈ ഹൈറ്റ് കാണേണ്ടത്, അല്ലെങ്കിൽ കോസ് ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ ടാൻ ഉപയോഗിച്ചിട്ടാണോ, അത് നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇതാണ് എല്ലാ കുട്ടികൾക്കും പ്രയാസം. അവർ ചോദിക്കാറുണ്ട്, ഒരു സൈഡ് കാണുമ്പോൾ അവിടെ സൈൻ ആണോ ഉപയോഗിക്കേണ്ടത്, കോസ് ആണോ ഉപയോഗിക്കേണ്ടത്, ടാൻ ആണോ ഉപയോഗിക്കേണ്ടത്? അതറിയാനുള്ള മാർഗം എന്താണ്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് അറിയാത്തത് അഥവാ കണ്ടുപിടിക്കേണ്ടത്, അറിയാത്തതായുള്ള സൈഡ് ഏതാണ്? അത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതിക്കുക അറിയാത്തത് അഥവാ അൺനോൺ. അൺനോൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാത്തത്. അതാരാണ്? അത് ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ ഓപ്പോസിറ്റ് എന്നാണ് എഴുതേണ്ടത്. അതിൻ്റെ പേര് ഓപ്പോസിറ്റ് അഥവാ എതിർവശമാണ് അല്ലേ? എതിർവശം. പിന്നെയോ അറിയുന്നത് ഏതാണ്? അറിയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് നോൺ എന്ന് എഴുതാം. നോൺ എന്ന് പറഞ്ഞാൽ അറിയുന്നത്. നോൺ അതേതാണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഹൈപ്പ് എന്ന് എഴുതി വെക്കാം, അഥവാ കർണം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി, നമ്മൾക്ക് അറിയാത്തത് അൺനോൺ ഓപ്പോസിറ്റ് സൈഡാണ്, ഇതറിയൂല. അറിയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ്, കർണമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എ ബി നമുക്കറിയാലോ, ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ ഈ 10 എന്നുള്ളത് എന്താണ്? ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ലെങ്ത് ആണ്. എന്നാൽ നമ്മൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇത് മുതൽ ഇത് വരെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അളവ് എത്രയെന്ന് പറയാൻ പറ്റില്ല. ആകെ 10 ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് 10 എന്ന് എഴുതാൻ പാടില്ല, ടോട്ടലാണ് 10. അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ, അപ്പോൾ അറിയാത്ത നമ്മൾ എഴുതി വെച്ചു, അത് ഓപ്പോസിറ്റ് ആണ്. അറിയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ്, അഥവാ കർണമാണ്. നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ഒക്കെ മീനിങ് പഠിച്ചിരിക്കണം. നമുക്കൊന്ന് ആ മീനിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗത്ത് എന്താണ് സൈൻ, പാർട്ട് 3യിൽ പഠിച്ചിട്ടുണ്ട്. സൈനിൻ്റെ അർത്ഥം എന്തായിരുന്നു? എതിർവശം ബൈ കർണം, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. എന്തായിരുന്നു കോസ്? സമീപവശം ബൈ കർണം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ടാൻ എന്തായിരുന്നു? എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നോക്കൂ, ഇതിൽ ഈ എഴുതിയതിൽ ഏതിലാണ് ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും വരുന്നത്? നമുക്കറിയാം, അത് സൈനിലാണ്. നോക്കൂ, സൈൻ്റെ വായിൽ ഓപ്പോസിറ്റ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ നമ്മൾക്ക് അറിയാത്തത് ഓപ്പോസിറ്റ്, കണ്ടുപിടിക്കുന്ന ഹൈപ്പോട്ന്യൂസ്. ഇവ രണ്ടും ഉൾപ്പെടുന്ന നമ്മൾ ഉപയോഗിക്കേണ്ട വാല്യൂ അഥവാ ആ ഒരു റേഷ്യോ അത് ഏതാണ്? ഇവിടെ സൈനാണ്. അപ്പോൾ നമ്മൾ സൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എച്ച് കാണേണ്ടത്. ഇവിടെ നമുക്ക് കോസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് കാണേണ്ട ആവശ്യമില്ല. കോസിൽ അഡ്ജസൻറ്റ് സൈഡാണുള്ളത്, ടാനിൽ അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും. അതുകൊണ്ട് നമുക്ക് ഇവിടെ സൈൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സൈൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പറയുകയാണ് ടേക്ക്, എടുത്തോളൂ. അതായത് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ എന്താണ്? സൈനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാവണം. ഇത്രയും ഭാഗം മനസ്സിൽ വേണം. മനസ്സിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അർത്ഥം ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഹൈപ്പോട്ന്യൂസ് വരുന്നത് സൈനാണെന്ന് മനസ്സിലാക്കി നമ്മൾ വരുന്നു സൈൻ ഇവിടെ എടുക്കുക. എങ്കിൽ ഞാൻ ഇവിടെ എഴുതട്ടെ, സൈൻ എടുത്തു. ഏത് ആംഗിളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പേരെടുത്തത്? 40 അല്ലേ? അപ്പോൾ നമ്മൾ പറയണം സൈൻ 40. അതിൻ്റെ അർത്ഥം 40 എന്ന ആംഗിളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കണക്കുകൾ നീക്കുന്നത്. എന്താ സൈൻ 40 മീനിങ്? 40 എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അതാരാണ് ഇവിടെ? അതിവിടെ BC ആണ്. ബൈ, പിന്നെയോ സൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അടിയിൽ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ സൈൻ്റെ മീനിങ് എഴുതുന്ന സമയത്ത് ഓപ്പോസിറ്റ് നേരെയുള്ള ആ സൈഡിൻ്റെ പേര് എഴുതുക, എന്നിട്ട് ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് ആരാണ്? ഇവിടെ AC അല്ലേ? ബൈയിൽ നമുക്ക് AC എന്നിങ്ങനെ എഴുതാം. ഇത് നോക്കൂ, സൈൻ 40യുടെ വാല്യൂ അറിയണം. സൈൻ 40യുടെ വാല്യൂ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ടേബിൾ അറിഞ്ഞിരിക്കണം. ആ ടേബിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? സൈൻ 40ൻ്റെ വാല്യൂ കണ്ടെത്തുക. നമുക്ക് ആ ടേബിൾ നോക്കി എങ്ങനെ സൈൻ 40 വാല്യൂ കണ്ടെത്താമെന്ന് ആദ്യം നോക്കാം. ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഈ ടേബിൾ നമുക്ക് സൈൻ 40യും സൈൻ 50യും കോസ് 90യും കോസ് 60യും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെ നോക്കാം? ടേബിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് സൈൻ്റെയും കോസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നോക്കൂ, നമുക്കിവിടെ സൈൻ 40 അല്ലേ കണ്ടത്? നോക്കൂ, ഇവിടെ ഇതൊക്കെ ഈ കോളം ആംഗിളുമായി ബന്ധപ്പെട്ട കോളമാണ്. ഇത് സൈൻ്റെ വാല്യൂ ആണ് ഈ കോളത്തിലുള്ളത്. ഇവിടെ കോസ് വാല്യൂ, ഇവിടെ ടാൻ വാല്യൂ. സൈൻ 40 കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ആംഗിൾ 40ലേക്ക് പോവുക. അവിടെ 20 വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 40ലേക്ക് തന്നെ ഉയർത്തി വെക്കാം. ഇതാണ് 40, ഇതാണ് 40 ഡിഗ്രി. ഈ 40യിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ വാല്യൂ ഒന്നാമത്തെ കോളമാണല്ലോ. അപ്പോൾ നമ്മൾ 40 നേരെ സൈനിലേക്ക് നോക്കുക. എത്ര വന്നത്? 0.6428. അപ്പോൾ സൈൻ 40യുടെ വാല്യൂ എത്രയാണ്? 0.6428 ആണ്. ഇനി കോസ് 40 ആണെങ്കിലോ അത് ഇതാണ്, ടാൻ 40 ഇതാണ്. ഇങ്ങനെ ഓരോ ആംഗിൾ നോക്കി നമുക്ക് ഏതാണ് വേണ്ടത്? സൈൻ ആണെങ്കിൽ സൈനത്തെ വാല്യൂ എടുക്കുക, കോസ് ആണെങ്കിൽ കോസിലെ വാല്യൂ എടുക്കുക,
ടാൻ ആണെങ്കിൽ ടാനിൻ്റെ കോളത്തിലെ വാല്യൂ എടുക്കുക. നമുക്കിവിടെ വേണ്ടത് sin 40, അത് 0.6428 ആണ്. നമുക്കത് മനസ്സിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാം. 0.6428. അപ്പോൾ നമുക്ക് sin 40 വാല്യൂ കിട്ടി 0.6428 ഈസ് ഈക്വൽ ടു, നമുക്കിനി വാല്യൂസ് കൊടുക്കാം. ബി സി എന്തായിരുന്നു? ബി സിയെ നമ്മൾ ഷോർട്ടാക്കി എച്ച് എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബി സിയുടെ സ്ഥാനത്ത് എച്ച് എന്ന് എഴുതാം. ബൈ എ സി എത്രയാണ്? 8. അപ്പോൾ നമുക്ക് ഈ സ്ഥാനത്ത് 8 എന്ന് എഴുതാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ 8 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡ് നമ്പർ കൊണ്ട് മാറ്റുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി 0.6428 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു എച്ച്. തിരിച്ചെഴുതാം. എച്ച് ഈസ് ഈക്വൽ എന്ന് തിരിച്ചെഴുതാം. 0.6428 ഇൻറ്റു 8 എന്തായിരിക്കും? ഇവ തമ്മിൽ ഇന്ത്യ ഉത്തരം അത് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എഴുതാം, എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. 5.1424 സെൻറ്റിമീറ്റർ. നോക്കൂ, ഇപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേഗത്തിൽ ഏരിയ കാണാം. ഏരിയ അഥവാ പരപ്പളവ് ഈസ് ഈക്വൽ ടു, എന്താ ഫോർമുല? നമുക്കറിയാം, ഹാഫ് ബി എച്ച്. എന്താണ് ബി? ബി എന്ന് വെച്ചാൽ ബേസ് നമുക്കറിയാം. ഹൈറ്റ് നമ്മൾ ഈ ഭാഗം ഉപയോഗിച്ചാണ് ഹൈറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ നമുക്ക് ടോട്ടൽ ലെങ്ത് ബേസ് അറിയാം, അത് 10 ആണ്. പാദം 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. നമുക്കിവിടെ കൊടുക്കാം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 10 ഇൻറ്റു എച്ച്. ഈ 10ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 5 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 5 എത്രയാണ്? 5 തന്നെ ഇൻറ്റു 5.1424. നമുക്ക് ഇത് രണ്ടും പോയിന്റ് ഒഴിവാക്കി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഉത്തരം കിട്ടും. ഞാൻ വേഗം ഉത്തരം എഴുതുകയാണ്. ഇൻറ്റു ചെയ്ത് സമയം കളയുന്നില്ല. 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. നോക്കൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡും അറിയുന്ന സൈഡും നോക്കി അത് ഉൾപ്പെടുന്നത് സൈനിലാണോ കോസിലാണോ ടാനിലാണോ നോക്കുക. അതിനനുസരിച്ച് നമ്മൾ സൈനും കോസും ടാനും ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. പക്ഷേ എന്ത് വേണം? അതിനൊക്കെ നിങ്ങളുടെ മനസ്സിൽ സൈൻ്റെ മീനിങ് വേണം, കോസിൻ്റെ മീനിങ് വേണം, ടാൻ എന്താണെന്നുള്ള ആ മീനിങ് നിങ്ങളുടെ മനസ്സിൽ വേണം. എന്നിട്ട് ഇതുപോലെ വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ വളരെ ഈസി ആയി ഉത്തരം കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഒന്നാം ചോദ്യത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. നോക്കൂ, ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ചെയ്ത ട്രയാങ്കിളിൻ്റെ രൂപം ഇതായിരുന്നു. 2 സൈഡ് തന്നിട്ടുണ്ട്. അവയ്ക്കിടെയുള്ള ആംഗിൾ 40 ഡിഗ്രി ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തോ വശങ്ങൾ ഇവിടെ തന്നതുപോലെ തന്നെ ഇവിടെയും 10ഉം 8ഉമാണ്. എന്നാൽ അവയ്ക്കിടെയുള്ള ആംഗിൾ എത്രയാണ്? അത് 140 ഡിഗ്രിയാണ്. നമ്മൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിച്ചത്? ഹൈറ്റ് കണ്ടു, എന്നിട്ട് ഹാഫ് ബി എച്ച് എന്ന ഫോർമുല ഉപയോഗിച്ചു. ബി എന്ന് വെച്ചാൽ ബേസ് ആണ്, അതുപോലെ 10 ആണ്. ഹൈറ്റ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഈ ട്രയാങ്കിൾ ഏരിയ കാണാനോ? ഇവിടെയും നമുക്ക് ബേസ് ഉണ്ട്. എന്ത് കണ്ടെത്തിയാൽ മതി? ഹൈറ്റ് മതി. ഇതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടി കൊടുക്കും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഹൈറ്റ് വരയ്ക്കും. ഇങ്ങനെയാണ് ഇത്തരം ട്രയാങ്കിളുടെ ഹൈറ്റ് കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റായി. നമുക്ക് ഈ ഹൈറ്റിന് എച്ച് എന്ന് കൊടുക്കാം. എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? സൈനും കോസും ഉപയോഗിച്ചിട്ട്. നമുക്കറിയാം ഇത് 140 ഡിഗ്രി ആണല്ലോ. എങ്കിൽ ഈ ആംഗിൾ എത്രണ്ടായിരിക്കും? അത് 40 ഡിഗ്രി ആയിരിക്കും. കാരണം നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈൻ വരച്ചു, അതിൻ്റെ മേലെ ഒരു വര വരച്ചു. എങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ഇവയുടെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. കാരണം അതിൻ്റെ പേരാണ് ലീനിയർ പെയർ, അതായത് രേഖീയ ജോഡികൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ആശയം ഉപയോഗിച്ച് നമുക്കിത് 140 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും. ഈ ട്രയാങ്കിൾ മാത്രം നോക്കൂ, ഈ കാണുന്ന ട്രയാങ്കിൾ നോക്കൂ. ഞാൻ ഇങ്ങോട്ട് ഏകദേശം വരക്കാം. ഇത് എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. ഇത് ഹൈറ്റ് ആണ്. നമുക്കറിയാം ഈ സൈഡ് എത്രയാണ്? അതിവിടെ 8 ആണ്. 8 ആണ് കൊടുക്കുക. എങ്കിൽ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് ഈ അറിയുന്ന 8 സെൻറ്റിമീറ്ററും ആംഗിൾ ഉപയോഗിച്ച് നമുക്ക് ഹൈറ്റ് കാണാം. എങ്ങനെ? നമുക്കറിയാലോ. നമുക്ക് ആദ്യം പേര് കൊടുക്കാം. ഇവിടെ എ എന്ന് കൊടുക്കാം. ഓരോ മൂലക്കും പേര് കൊടുക്കാം. ബി എന്ന് കൊടുക്കാം. സി. ഈ ട്രയാങ്കിൾ പേര് എ ബി സി. എ ബി സി ട്രയാങ്കിളിലെ ബി സി എന്ന ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ നമ്മൾ സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ എടുക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എടുക്കുക? നമ്മൾ ആദ്യം മൂലകൾക്കൊക്കെ വെർട്ടെക്സിന് പേര് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സൈഡുകൾക്ക് പേര് എടുക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ 40 ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ? നമുക്കറിയാം ഏറ്റവും വലിയ സൈഡിൻ്റെ പേര് ഹൈപ്പോട്ന്യൂസ് ആണ്. അത് കൊടുത്തു. 40യുടെ ഓപ്പോസിറ്റ് പേര് ഓപ്പോസിറ്റ് തന്നെയാണ്.
എതിർവശം. പിന്നെ 40ക്ക് തൊട്ടടുത്തുള്ള സൈഡ് അഡ്ജസൻ്റ് ആണ്, അതായത് സമീപവശം. ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക സൈനാണോ കോസാണോ എടുക്കാമെന്ന്. നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണ് ഇവിടെ നമുക്ക് അറിയാത്തത്? അൺനോൺ. അൺനോൺ എന്ന് പറഞ്ഞാൽ അറിയാത്തത്. എന്താ ഇവിടെ അറിയാത്തത്? അറിയാത്തത് എച്ച് അഥവാ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇരിക്കും അറിയാത്തത് ഇവിടെ എച്ച് എന്ന ഓപ്പോസിറ്റ് സൈഡാണ്, അതായത് എതിർവശമാണ്. എതിർവശമാണ്. പിന്നെയോ അറിയുന്നത് ഏതാണ്? നോൺ. നോൺ ഏതാണ്? നോൺ എന്ന് വെച്ചാൽ അറിയുന്നത് നമുക്കറിയാം ഒറ്റ സൈഡ് അറിയുള്ളത് 8 ആണ്, അത് ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഇതും അറിയുന്ന സൈഡ് ഹൈപ്പോട്ന്യൂസ് ആണ് അഥവാ കർണമാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും, ഓപ്പോസിറ്റ് നമുക്കറിയില്ല, ഹൈപ്പോട്ന്യൂസ് അറിയാം. എങ്കിൽ അറിയുന്ന ഈ ഹൈപ്പോട്ന്യൂസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അറിയാത്ത ഓപ്പോസിറ്റ് എത്തിക്കൂടെ? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓപ്പോസിറ്റ് ഹൈപ്പോട്ന്യൂസ് ഉൾപ്പെടുന്ന ആ ഒരു പേരെന്തായിരുന്നു? നമുക്കറിയാം അത് സൈനാണ്. സൈൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? ഓപ്പോസിറ്റ് എതിർവശം ബൈ ഹൈപ്പോട്ന്യൂസ് കർണം അല്ലേ? എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പറയാം, ഇവിടെ നമ്മൾ എടുക്കുന്നു ഹിയർ ടേക്ക്, നമ്മൾ ഇവിടെ എന്തെടുക്കുന്നു? ഇത് രണ്ടും ഉൾപ്പെടുന്ന അനിയമിത സൈൻ അല്ലേ? അപ്പോൾ നമ്മൾ സൈൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കണക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാം സൈൻ 40, കാരണം 40 ഡിഗ്രിയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ പേര് കൊടുത്തത്. എന്താ സൈൻ്റെ അർത്ഥം? 40 ഡിഗ്രി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ആരാണത്? ബി സി അല്ലേ? ബി സി ബൈ ഇവിടെ നമ്മൾ എഴുതിച്ചതിന് ബീനി ഇവിടെ എഴുതിച്ചിട്ടുണ്ട് ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് ആരാണ്? എ സി. ഈ സി ഈക്വൽ ടു നമുക്ക് വാല്യൂ എടുക്കാം. സൈൻ 40 വാല്യൂ എടുക്കാം, ബി സിക്ക് വാല്യൂ എടുക്കാം, എ സിക്ക് വേണ്ടി അത് കൊടുക്കാം, അറിയുന്നതൊക്കെ വാല്യൂ എടുക്കാം. നമുക്ക് സൈൻ 40 എത്ര നോക്കാം? 0.6428 ഈസ് ഈക്വൽ ടു ബി സി എന്തായിരുന്നു? ബി സി എച്ച് ആയിരുന്നു. അപ്പോൾ ബി സി വരെ നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. എ സിയോ 8 സെൻറ്റിമീറ്റർ അല്ലേ? അതും കൊടുക്കാം. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 8 അങ്ങോട്ട് മാറ്റാം അല്ലേ? പക്ഷേ ഇത് തന്നെയല്ലേ നമ്മൾ തൊട്ടുമ്പത്തെ ഈ ഒന്നാം ചോദ്യത്തിലെ ഒന്നാം ഭാഗത്ത് ചെയ്തത്. അപ്പോൾ നമുക്ക് എച്ച് എന്തായിരുന്നു കിട്ടിയത്? അപ്പോൾ നമുക്ക് എച്ച് കിട്ടിയത് നമുക്കറിയാം അത് 5.1424 ആയിരുന്നു. 5.1424 ആയിരുന്നു. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതേ ഭാഗം നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഏരിയ കാണാം. ഏരിയ അഥവാ പരപ്പളവ്. എന്താ ഫോർമുല? നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ് ഫോർമുല. ഹാഫ് ബി എച്ച്. എച്ച് ബി ഹാഫ് എഴുതുന്നു എന്നുള്ള ബിയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് ആണ് അല്ലേ? ഇതാണ് ബി, ഇതാണ് ബി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിക്കാം ബി എന്ന് പറഞ്ഞാൽ 10 ആണ്. എച്ച് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു 5.1424. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് കൊടുക്കാം. 10 ഇൻറ്റു 5.1424. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകണ്ട. ഇതേ ഭാഗം തന്നെ നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് ഒന്നാമത്തെ ഇതിൻ്റെ സെക്ഷനിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ എത്ര? 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ആദ്യം നടത്തിയിട്ടുണ്ട്. അതൊക്കെ എഴുതിയാൽ മതി. സ്റ്റെപ്പ് മാത്രം നമുക്ക് എഴുതിയാൽ മതി. പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എച്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രയാങ്കിൾ പ്രത്യേകത. ഒന്നാമത്തെ നോക്കൂ, ഇവിടെ ഉപയോഗിച്ച് അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ 8, ഈ സൈഡ് ഇവിടെയും 8, ഇവിടെ ആംഗിൾ 40, ഇവിടെ ആംഗിൾ 40. അപ്പോൾ എച്ച് ഇവിടെ ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്. ഇതേ ട്രയാങ്കിൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇത് ആംഗിൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ വരച്ചപ്പോൾ ആംഗിൾ റൈറ്റ് സൈഡിലാണ് വന്നത്. അത്ര വ്യത്യാസമുള്ളൂ. ഈ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ തിരിച്ചു വെച്ചത്. എങ്കിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ട്രയാങ്കിൾ ഏരിയ തന്നെ ആയിരിക്കും രണ്ടാമത്തെ ട്രയാങ്കിളും, കാരണം അതിൻ്റെയും ഹൈറ്റ് എച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ വിശദമായി ഇവിടെ എഴുതി കാണിച്ചെന്നുള്ളൂ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ സൈഡ്സ് ഓഫ് എ റോബസ് ആർ 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ 100 ഡിഗ്രിയുമാണ്. അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക. എന്താണ് റോംബസ് അഥവാ സമഭുജ സാമാന്തരികം? അതൊരു സാമാന്തരികം തന്നെയാണ്. 4 വശമുണ്ടായിരിക്കും. എതിർവശങ്ങൾ ഓപ്പോസൈഡ്സ് പാരലൽ സമാന്തരമായിരിക്കും. മാത്രമല്ല അതിൻ്റെ 4 സൈഡും ഈക്വലുമായിരിക്കും. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? ഇവിടെ നോക്കൂ, ഞാൻ ഏകദേശം ചിത്രം ഇവിടെ വരക്കാം. നാല് വശം ഈക്വലായിട്ട് ഇതുപോലെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമഭുജ സാമാന്തരികം കിട്ടും. ഇതാണ് 4 വശം ഈക്വൽ ആയിട്ടുള്ള സമഭുജ സാമാന്തരികം എന്ന് വിചാരിക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. കൂടാതെ ഒരു ആംഗിൾ 100 ഡിഗ്രിയാണ്, ഒരു കോൺ 100 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്കറിയാലോ, നോക്കൂ, നമുക്ക് അടയാളപ്പെടുത്തി നോക്കാം. ഒരു സൈഡ് 5 എന്ന് വെച്ചാൽ ഇത് 5 ആണെന്ന് കരുതൂ, ഈ സൈഡ് 5 ആണെന്ന് കരുതുക. അപ്പോൾ ഇതെല്ലാം 5 തന്നെ ആയിരിക്കും. ഇതിലൊരു ആംഗിൾ 100 ഡിഗ്രി ആണല്ലോ. നമുക്കറിയാം 100 ഡിഗ്രി എന്ന് വെച്ചാൽ 90 ഡിഗ്രികൾ കൂടുതലാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആംഗിൾ ആവാൻ സാധ്യത ഇത് 90 കുറവാണല്ലോ. അപ്പോൾ ഇതായിരിക്കും. നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഇതാണ്
100 ഡിഗ്രി എന്നുള്ള ആംഗിൾ. 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി കൂടുതൽ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചോദ്യം വായിച്ച് അതുമായി ബന്ധപ്പെട്ട ചിത്രം തയ്യാറാക്കിയത്. നമുക്ക് എന്താണ് കാണേണ്ടത്? ഇതിൻ്റെ ഏരിയ കാണണം. നോക്കൂ, ഇതൊരു സമഭുജ സാമാന്തരികം അഥവാ സാമാന്തരികമാണെന്ന് കരുതുക. എന്താണ് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ, ഒരു പാരലോഗ്രത്തിൻ്റെ അല്ലെങ്കിൽ റോംബസിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല? സാമാന്തരികം ആയാലും അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമായാലും, ഇംഗ്ലീഷിലാണെങ്കിൽ പാരലലോഗ്രം ആണെങ്കിലും അല്ലെങ്കിൽ റോംബസ് ആണെങ്കിലും രണ്ടിൻ്റെയും ഷേപ്പ് ചെറിയ വ്യത്യാസമുള്ളൂ. പാരലോഗ്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും, നീളവും വീതിയും വ്യത്യാസം ഉണ്ടാവും, ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ന് റോംബസ് ആകുമ്പോൾ 4 സൈഡും ഈക്വൽ ആയിരിക്കും, ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. ഇതാണ് വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല എന്താണ്? ഇത്രയേ ഉള്ളൂ, BH. ഏരിയ ഈസ് ഈക്വൽ ടു BH. ട്രയാങ്കിളിലെ ഏരിയ കാണാൻ ഹാഫ് BH ആണെങ്കിൽ ഇതിൻ്റെ റോംബസിൻ്റെ സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല, പരപ്പളവ് കാണുന്ന ഫോർമുല ഹാഫ് ഇല്ല, BH മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ബി എന്നാൽ ബേസ് വേണം. ബേസ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഹൈറ്റോ? ഹൈറ്റ് ഇവിടെ അല്ലേ അല്ലേ. അപ്പോൾ ഹൈറ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. നോക്കൂ, ഇതാണ് ഹൈറ്റ്. ഈ ഹൈറ്റ് നമുക്ക് കാണണം. ആ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരക്കാം. എന്നിട്ട് വരച്ചിട്ട് നമുക്ക് ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ ഈ ഹൈറ്റ് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെയാണ് വരക്കുന്നത്. നോക്കൂ, ആദ്യം ഞാൻ ഈ സൈഡിൽ നിന്ന് നീട്ടി കൊടുത്തിട്ട് അതിനെ മുട്ടിക്കുന്നു. ഈ 2 ഹൈറ്റും ഒന്ന് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹൈറ്റ് കാണുന്നതിന് പകരം ഇത് കണ്ടാലും മതി. കാരണം നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ഹൈറ്റിന് പോലെ ഞാൻ ഈ ഹൈറ്റ് എടുത്തത്? രണ്ടും തുല്യമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് എടുക്കാൻ കാരണം? അതിന് കാരണം ഇവിടെ 100 ഡിഗ്രി ആണല്ലോ, എങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? തൊട്ടുമ്പോൾ കണ്ടല്ലോ, ഒന്നാമത്തെ ചോദ്യത്തിൽ 2ാം ഭാഗം 140 ആകുമ്പോൾ ഇപ്പോൾ 40 ആയില്ലേ ഈ സൈഡിൽ. എങ്കിൽ അതുപോലെ ഇത് 100 ആണെങ്കിൽ എത്ര ഉണ്ടാവും? ഇത് 80 ഡിഗ്രി ഉണ്ടായിരിക്കും. ടോട്ടൽ 180 വരണമല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾക്ക് മാത്രമേ നോക്കൂ, ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്. ആക്ച്വലി ഇത് രണ്ടും ഒരേ ഷേപ്പുള്ള ട്രയാങ്കിൾ തന്നെയാണ്. ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആണ്, എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ ചെയ്യുന്ന പകരം ഇവിടെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾ ഒന്ന് മാറ്റി കൊണ്ട് വരക്കാം, കുറച്ച് വലുതാക്കി വരക്കാം, വ്യക്തമായി കാണാൻ. നമുക്കിനി മാർക്ക് ചെയ്യാം. ഇത് ഹൈറ്റായി നമ്മളെടുത്തു, ഇത് 80 ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ടോട്ടൽ 180 വരണം. ഇത് രണ്ട് ആഡ് ചെയ്താൽ ഈ സൈഡ് 5 ആണല്ലോ, 5 രേഖപ്പെടുത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹൈറ്റ് കാണണം. നമ്മൾ ചിന്തിക്കുകയാണ് എന്തെല്ലാം ഐഡിയ ഉപയോഗിക്കണം. നമുക്കറിയാം, ആദ്യം ഈ വെർട്ടെക്സിന് പേരെടുക്കാം ABC. ഇനി 80 ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ട് പേരെടുക്കാം. കാരണം സൈൻ കോസ് ടാൻ ഉപയോഗിക്കുമ്പോൾ സൈനിൽ എന്താ ഉള്ളത്, കോസിന് എന്താ ഉള്ളത് നമുക്കറിയാം, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് സൈഡ് അഡ്ജസന്റ് ഒക്കെ അല്ലേ. അപ്പോൾ ആ പേര് കൊടുത്തിടാം. 80ന്റെ ഓപ്പോസിറ്റ് ഇതായതുകൊണ്ട് നമുക്ക് ഇതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കാം, മലയാളത്തിൽ എതിർവശം. ഏറ്റവും വലിയ സൈഡിന്റെ പേരെന്താണ്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അത് ഫിക്സഡ് ആണ്. ഇനി 8ന്റെ അടുത്തുള്ള സൈഡിനെ നമുക്ക് വിളിക്കാം അഡ്ജസന്റ് സൈഡ്, അഡ്ജ്, സമീപ വശം. നോക്കൂ, എന്താണ് എടുക്കേണ്ടത്? സൈനാണോ കോസാണോ ടാനാണോ? അൺനോൺ എന്താണ് ഇവിടെ? നമുക്കറിയാത്തത് എന്താണ്? അൺനോൺ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം അറിയാത്തത് ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് എതിർവശമാണ്. നോൺ എന്താണ്? നോൺ നമുക്ക് അറിയുന്നത് എന്താണ്? നമുക്കറിയാം അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. തൊട്ടുമ്പോ ചെയ്ത ചോദ്യം തന്നെ ഹൈപ്പോട്ടന്യൂസ് ആണ് അഥവാ കർണമാണ്. എങ്കിൽ എടുക്കേണ്ട എന്താണ്? ടേക്ക്. നമ്മളിവിടെ എന്തെടുക്കണം? സൈനോ കോസോ ടാനോ? നമുക്കറിയാം ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ഉൾപ്പെടുന്ന ആ ആശയം എന്തായിരുന്നു? അത് ആ വാല്യൂ അത് സൈനാണ്. അപ്പോൾ നമുക്ക് സൈൻ ഇവിടെ എടുക്കാം. അപ്പോൾ ചോദ്യം സൈൻ എടുത്ത് നമുക്ക് ഇനി തുടരാം. അപ്പോൾ സൈൻ എടുത്ത് നമുക്ക് ഇനി ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ തുടരാൻ സാധിക്കും. ഒന്ന് ഉയർത്തി വെക്കാം. Therefore sin 80, കാരണം ഇവിടെ 80 വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുത്തത് അല്ലേ. 80 = BC. തൊട്ടുമ്പോൾ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ട്രയാങ്കിൾ ആണെന്ന് റോംബസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഇതിന്റെ പേര് AC ആണ്, AC. ഇനി sin 80 ആണ്. എത്രയാണ് sin 80? നമുക്കൊന്ന് പട്ടിക നോക്കാം. നമുക്ക് 80 എന്ന ആംഗിൾ നോക്കാം. നമുക്ക് 80 ഇവിടെ തുടങ്ങുന്നത് 46 ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് 80ലേക്ക് പോകാം. ഒന്നാമത്തെ ഭാഗമാണ് സൈൻ്റെത്. അപ്പോൾ ഇതാണ് ഈ sin 8ന്റെ വാല്യൂ 0.9848. 0.9848 0.9848 ഈസ് ഈക്വൽ ടു BCന്റെ പേരെന്തായിരുന്നു? BC നമ്മൾ H ആയിട്ട് എടുത്തത്. അതുകൊണ്ട് നമുക്ക് H എന്ന് വിളിക്കാം, അവിടെ കൊടുക്കാം. AC എത്രയാണ്? AC 5 സെൻറ്റിമീറ്റർ ആണല്ലോ, അതുകൊണ്ട് 5 കൊടുക്കാം. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.9848 × 5 ഈസ് ഈക്വൽ ടു H. തിരിച്ച് എഴുതിയാൽ H ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ Hന്റെ വാല്യൂ കിട്ടുക? നമുക്കറിയാം ഇവിടെ Hന്റെ വാല്യൂ 4.9 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, H കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാമല്ലോ. ഏരിയ
ഈസിക്കൽ ടു അതായത് പരപ്പളവ് പറയും അല്ലേ, പരപ്പളവ്. എന്നിട്ട് നമുക്ക് ഈസിക്കൽ ടു എഴുതാം. പരപ്പളവ് ഈസിക്കൽ ടു ഫോർമുല ബി എച്ച് ആണ്. ഈസിക്കൽ ടു ബി എന്തായിരുന്നു? ബേസ്. ബേസോടെ 5 ആണ് സൈഡിൽ എഴുതിക്കാം. ബേസ് 5 ആണ്. എച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 4.9 സിംപ്ലിഫൈ ചെയ്താൽ ചുരുക്കി ഇങ്ങനെ എടുക്കാം. ഫോർ 5 × 4.9 ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടും? ആൻസർ നമുക്ക് 24.5 ആണ്. മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇങ്ങനെ തൊട്ടുമ്പോൾ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. അവിടെ ട്രയാങ്കിൾ ആണ്, റോബസ് ആണ്. ആശയങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഓക്കെ.